ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി വെൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കീസ് ഇൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് കീസ് ഇൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് കീസ് എന്താണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാം. കീസ് ഇൻ എ റിലേഷണൽ ഡാറ്റാബേസ്. അപ്പോൾ വാട്ട് ഈസ് കീ? എന്താണ് കീ? ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിലുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് കീ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളംസ്. ഒരു റിലേഷനിലുള്ള കോളംസിനെയാണ് കീസ് എന്ന് പറയുന്നത്. യൂസ് ഓഫ് കീ. കീൻ്റെ യൂസ് എന്താണ്? യുണീക്ക്ലി ഐഡൻറ്റിഫൈ ടപ്പിൾസ് ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിലുള്ള ടപ്പിൾസിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീസ് യൂസ് ചെയ്യുന്നത്. ടപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്. ഒരു റിലേഷനിലുള്ള റോസിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിലുള്ള ആട്രിബ്യൂട്ട്സ് ആണ് കീസ്. അതിൻ്റെ യൂസ് യുണീക്ക്ലി ഐഡൻറ്റിഫൈ ടപ്പിൾസ് ഇൻ എ റിലേഷൻ. ഇനി ടൈപ്സ് ഓഫ് കീസ്. മെയിൻലി 6 ടൈപ്പ് ഓഫ് കീസ് ആണുള്ളത്. പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, സൂപ്പർ കീ, ഫോറിൻ കീ, ആൾട്ടർനേറ്റ് കീ, കോമ്പോസിറ്റ് കീ. നമുക്ക് ഓരോ കീസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ സൂപ്പർ കീ. സൂപ്പർ കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ റോൾ നമ്പർ, എസ് നെയിം, സിറ്റി, ഏജ്, ആധാർ നമ്പർ, ഫോൺ നമ്പർ, വോട്ടർ ഐ ഡി, ഇങ്ങനെ 7 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. ഇതിൽ റോൾ നമ്പർ, ആധാർ നമ്പർ, ഫോൺ നമ്പർ, വോട്ടർ ഐ ഡി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഒരു റോൾ നമ്പർ വെച്ചിട്ട് നമുക്കിതിലുള്ള എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം റോൾ നമ്പർ 1 ഉള്ളത് എന്താണ്? ഈ ഒരു ടപ്പിളാണ്. റോൾ നമ്പർ 2 ആയിട്ടുള്ളത് ഈ ഒരു ടപ്പിളാണ്. റോൾ നമ്പർ 3 ആണെങ്കിൽ അത് ഈ ഒരു ടപ്പിളാണ്. അങ്ങനെ റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആധാർ നമ്പർ വെച്ചിട്ടും. ആധാർ നമ്പറും എന്താണ്? എല്ലാ ടപ്പിൾസിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആധാർ നമ്പർ വെച്ചിട്ടും നമുക്ക് എന്താക്കാം, എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഫോൺ നമ്പർ വെച്ചിട്ടും വോട്ടർ ഐ ഡി വെച്ചിട്ടും നമുക്ക് എന്താക്കാം, എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിൻ്റെ കൂടെ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സും കൂടി ചേർന്നതാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. ഇവിടെ ആധാർ നമ്പറിൻ്റെ കൂടെ ഏജോ അല്ലെങ്കിൽ സിറ്റിയോ അല്ലെങ്കിൽ എസ് നെയിമോ അല്ലെങ്കിൽ റോൾ നമ്പറോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട്സും കൂടി ചേർന്നിട്ടുള്ളതാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. ഇനി ആധാർ നമ്പർ അല്ലെങ്കിൽ ഫോൺ നമ്പറിൻ്റെ കൂടെ ആധാർ നമ്പറോ ഏജോ സിറ്റിയോ അല്ലെങ്കിൽ എസ് നെയിമോ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട്സ്, ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് കൂടി ചേർന്നതാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദ സെറ്റ് ഓഫ് 1 or more attributes or columns that can uniquely identify a tuple is known as super key. സൂപ്പർ കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് 1 or more attributes ഉണ്ടാവും. അത് യുണീക്ക്ലി ഐഡൻറ്റിഫൈ എ ടപ്പിൾ ഓർ റെക്കോർഡ് ഈസ് known as super key. A super key is a group of single or multiple keys that uniquely identifies rows in a table. സൂപ്പർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ കീസ് ആണ്. അതെന്താക്കും, യുണീക്ക്ലി ഐഡൻറ്റിഫൈ റോസ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിലുള്ള റോസിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇറ്റ് സപ്പോർട്ട് നൾ വാല്യൂസ് ഇൻ റോസിൽ നൾ വാല്യൂസ് എന്താക്കും, സൂപ്പർ കീ സപ്പോർട്ട് ചെയ്യും. ഈ സൂപ്പർ കീ ക്യാൻ കണ്ടെയ്ൻ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ്. സൂപ്പർ കീയിൽ എന്തുണ്ടാവും? എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ദാറ്റ് ആർ ഇൻ നെസസറി ഫോർ യുണീക്നെസ്. അതെന്തായിരിക്കില്ല, യുണീക്നെസ്സിന് നെസസറി ആയിരിക്കണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ സ്റ്റുഡൻറ്റ് നമ്പർ കോളം ക്യാൻ യുണീക്ക്ലി ഐഡൻറ്റിഫൈ എ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന റിലേഷനിൽ സ്റ്റുഡൻറ്റ് നമ്പർ എന്ന് പറയുന്ന കോളം യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു കീ വെച്ചിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ എസ് നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് അതെന്തായി മാറും, ഒരു വാലിഡ് സൂപ്പർ കീ ആയി മാറും. ഇറ്റ് വിൽ സ്റ്റിൽ ഫോം എ വാലിഡ് സൂപ്പർ കീ. അവിടെ എസ് നെയിമിൻ്റെ ആവശ്യമില്ല. സ്റ്റുഡൻറ്റ് നമ്പർ വെച്ചിട്ട് തന്നെ സ്റ്റുഡൻറ്റിലുള്ള എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ എസ് നെയിമും കൂടി ചേരുന്ന സമയത്ത് അതെന്താവും, ഒരു വാലിഡ് സൂപ്പർ കീ ആവും. ദോ ഇറ്റ്സ് അൺനെസസറി. അവിടെ എസ് നെയിം എന്താണ്, അൺനെസസറി ആണ്. അപ്പം സ്റ്റുഡൻറ്റ് നമ്പറും സ്റ്റുഡൻറ്റ് നെയിമും എന്താണ്, ഒരു സൂപ്പർ കീ ആണ്.
അപ്പോൾ ഈ ഒരു ടാബിളിൽ വോട്ടർ ഐ ഡി സിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു സൂപ്പർ കീ ആണ്. അല്ലെങ്കിൽ ഫോൺ നമ്പർ എസ് നെയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു സൂപ്പർ കീ ആണ്. അപ്പം ഒരു യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്തുണ്ടാവും, എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ഉള്ളതാണ് സൂപ്പർ കീ. ഇനി അടുത്തതാണ് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ റിലേഷനിൽ റോൾ നമ്പർ, ആധാർ നമ്പർ, ഫോൺ നമ്പർ, വോട്ടർ ഐ ഡി, ഇത് 4 എന്താണ്, കാൻഡിഡേറ്റ് കീസാണ്. ഇത് വെച്ചിട്ട് എല്ലാ ടപ്പിൾസിനെയും എന്താക്കാം, യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതെന്താണ്, മിനിമൽ സെറ്റുമാണ്. ഒരു സൂപ്പർ കീൻ്റെ മിനിമലുമാണ്. അതുപോലെ തന്നെ ഈ കീസ് വെച്ചിട്ട് എന്താക്കാം, എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അതിനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ യുണീക്ക്ലി ഐഡൻറ്റിഫൈ എ ടപ്പിൾ ഈസ് നൗൺ ആസ് കാൻഡിഡേറ്റ് കീ. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ്റ് നമ്പർ ഇൻ സ്റ്റുഡൻറ്റ് റിലേഷൻ. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടാബിളിലുള്ള സ്റ്റുഡൻറ്റ് നമ്പർ വെച്ചിട്ട് എന്താക്കാം, എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റുഡൻറ്റ് നമ്പർ എന്താണ്, ഒരു കാൻഡിഡേറ്റ് കീ ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, മിനിമൽ സെറ്റും ആയിരിക്കും. സൂപ്പർ കീൻ്റെ ഒരു മിനിമൽ സെറ്റും ആയിരിക്കും. അതുപോലെ തന്നെ അതെന്താക്കും, എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യും. എ കാൻഡിഡേറ്റ് കീ ഈസ് എ മിനിമൽ സൂപ്പർ കീ, മീനിങ് ഇറ്റ് ക്യാൻ യുണീക്ക്ലി ഐഡൻറ്റിഫൈ എ റെക്കോർഡ് ബട്ട് കണ്ടെയ്ൻ നോ എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ്. അതെന്തായിരിക്കും, മിനിമലും ആയിരിക്കും. പിന്നെ അതിൽ എന്തുണ്ടാവില്ല, എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവില്ല. സൂപ്പർ കീയിൽ എന്തുണ്ടാവും, എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. പക്ഷേ കാൻഡിഡേറ്റ് കീയിൽ എന്തുണ്ടാവില്ല, എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവില്ല. അൺനെസസറി ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാവില്ല. യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. മിനിമലായിരിക്കും. ഇറ്റ് ഈസ് എ സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ഡാറ്റ ഈസ് കോൾഡ് എ കാൻഡിഡേറ്റ് കീ. അതിലെന്തുണ്ടാവില്ല, റിപ്പീറ്റഡ് ഡാറ്റ ഉണ്ടാവില്ല. സൂപ്പർ കീ ആണ് വിത്ത് നോ റിപ്പീറ്റഡ് ഡാറ്റ. ദ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ യുണീക്ക്ലി ഐഡൻറ്റിഫൈ റെക്കോർഡ്. ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ യുണീക്ക്ലി ഐഡൻറ്റിഫൈ റെക്കോർഡാണ് കാൻഡിഡേറ്റ് കീ. എ കാൻഡിഡേറ്റ് കീ മസ്റ്റ് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂസ്. അതിലെന്തായിരിക്കും, യുണീക്ക് വാല്യൂസ് ആയിരിക്കും. എൻഷുറിങ് ദാറ്റ് നോ 2 റോസ് ഹാവ് ദി സെയിം വാല്യൂ ഇൻ ദ കാൻഡിഡേറ്റ് കീസ് കോളംസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫോൺ നമ്പറിലുള്ള റോസ് ഒറ്റയും എന്താവില്ല, സെയിം വാല്യൂസ് ഉണ്ടാവില്ല, ഒറ്റയും റിപ്പീറ്റ് ചെയ്യൂല. ഫോൺ നമ്പർ എന്തായിരിക്കും, എല്ലാ 1 എന്ന് പറയുന്ന റോൾ നമ്പറിനും 2 എന്ന് പറയുന്ന റോൾ നമ്പറിനും 3 എന്ന് പറയുന്ന റോൾ നമ്പറിനും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. വോട്ടർ ഐ ഡി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ആധാർ നമ്പറും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. റോൾ നമ്പറും ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ കാൻഡിഡേറ്റ് കീയിൽ എന്തുണ്ടാവില്ല, സെയിം വാല്യൂസ് വരില്ല. എല്ലാ റോസും എന്തായിരിക്കും, ഡിഫറെൻ്റ് വാല്യൂസ് ആയിരിക്കും. ഇനി എവറി ടാബിൾ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് എ സിംഗിൾ കാൻഡിഡേറ്റ് കീ. ഒരു ടാബിളിൽ ഒരു സിംഗിൾ കാൻഡിഡേറ്റ് കീ, ഒരു കാൻഡിഡേറ്റ് കീ എങ്കിലും ഒരു ടാബിളിൽ ഉണ്ടാവണം. എവറി ടാബിൾ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് എ സിംഗിൾ കാൻഡിഡേറ്റ് കീ. എ ടാബിൾ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീ. ഒരു ടാബിളിന് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവാം. ബട്ട് ഓൺലി 1 പ്രൈമറി കീ. ഒരു പ്രൈമറി കീയേ ഉണ്ടാവുള്ളൂ. ഒരു ടാബിളിൽ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവാം. ഈ ഒരു ടാബിളിൽ ഇപ്പം 4 കാൻഡിഡേറ്റ് കീസ് ഉണ്ട്. റോൾ നമ്പർ, ആധാർ നമ്പർ, ഫോൺ നമ്പർ, വോട്ടർ ഐ ഡി, ഇങ്ങനെ 4 കാൻഡിഡേറ്റ് കീസ് ഉണ്ട്. അപ്പോൾ ഒരു ടാബിളിൽ തന്നെ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവാം. പക്ഷേങ്കിൽ പ്രൈമറി കീ ഒറ്റൊന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തതാണ് പ്രൈമറി കീ. അപ്പം പ്രൈമറി കീ എന്താണെന്നുള്ളത് നോക്കാം. പ്രൈമറി കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഈ ഒരു ടാബിളിൽ 4 കാൻഡിഡേറ്റ് കീസ് ഉണ്ട്. റോൾ നമ്പർ, ആധാർ നമ്പർ, ഫോൺ നമ്പർ, വോട്ടർ ഐ ഡി, ഇങ്ങനെ 4 കാൻഡിഡേറ്റ് കീസ് ഉണ്ട്. ആ 4 കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഡാറ്റാബേസ് ഡിസൈനർ എന്താക്കും, ഒരു കീ എടുത്തിട്ട് എന്താക്കും, അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. ഇപ്പോൾ റോൾ നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡിയോ ഏതെങ്കിലും ഒരു കീ എടുത്തിട്ട് എന്താക്കും, ഡാറ്റാബേസ് ഡിസൈനർ എന്താക്കി വെക്കും, അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. അതിനെയാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദർ ക്യാൻ ബി മോർ ദാൻ 1 കാൻഡിഡേറ്റ് കീ ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിൽ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവാം. ഔട്ട് ഓഫ് വിച്ച് 1 ക്യാൻ ബി ചൂസൺ ആസ് ദി പ്രൈമറി കീ. അതിൽ നിന്ന് ഒരു കീനെ എന്താക്കും, ചൂസ് ചെയ്തിട്ട് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ്റ് നമ്പർ ആസ് വെൽ ആസ് സ്റ്റുഡൻറ്റ് ഫോൺ ആർ കാൻഡിഡേറ്റ് കീ.
ഫോർ എ റിലേഷൻ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന റിലേഷനിൽ സ്റ്റുഡൻറ്റ് നമ്പറും സ്റ്റുഡൻറ്റ് ഫോണും എന്താണ് കാൻഡിഡേറ്റ് കീ ആണ്. ബട്ട് സ്റ്റുഡൻറ്റ് നമ്പർ ക്യാൻ ബി ചൂസൺ ആസ് ദി പ്രൈമറി കീ. അതിൽ നിന്ന് രണ്ട് കാൻഡിഡേറ്റ് കീസ് ഉണ്ട്, സ്റ്റുഡൻറ്റ് നമ്പറും സ്റ്റുഡൻറ്റ് ഫോണും. അതിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് കീനെ എടുത്തിട്ട് എന്താക്കും, ഇവിടെ സ്റ്റുഡൻറ്റ് നമ്പർ എടുത്തിട്ട് എന്താക്കി ചൂസ് ചെയ്തിട്ട് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. ഓൺലി വൺ ഔട്ട് ഓഫ് മെനി കാൻഡിഡേറ്റ് കീ, കുറേ കാൻഡിഡേറ്റ് കീ ഉണ്ടാവും, അതിൽ നിന്ന് ഒന്നിനെടുത്തിട്ട് എന്താക്കും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. അതാണ് ഓൺലി വൺ ഔട്ട് ഓഫ് മെനി കാൻഡിഡേറ്റ് കീ. ഒരുപാട് കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഒന്ന് എന്തായിരിക്കും പ്രൈമറി കീ ആയിരിക്കും. വൺ ഓഫ് ദി കാൻഡിഡേറ്റ് കീ സെലക്റ്റഡ് ബൈ ദ ഡിസൈനർ ഓഫ് DB. അതാണ് ഒരു കാൻഡിഡേറ്റ് കീനെ ഡിസൈനർ എന്താക്കും സെലക്ട് ചെയ്തിട്ട് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. അതിനെയാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ഇനി പ്രൈമറി കീൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. എ പ്രൈമറി കീ ഇസ് എ യുണീക്ക് കീ. പ്രൈമറി കീ എന്താണ്? യുണീക്ക് കീ ആണ്. മീനിങ് ഇറ്റ് ക്യാൻ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളിലുള്ള എല്ലാ റെക്കോർഡ്സിനെയും ഈച്ച് റെക്കോർഡിനെ എന്താക്കും യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യും. പ്രൈമറി കീ എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇറ്റ് മസ്റ്റ് ഹാവ് യുണീക്ക് വാല്യൂസ്. ഇതിലെന്തായിരിക്കും യുണീക്ക് വാല്യൂസ് ആയിരിക്കും. ആൻഡ് കനോട്ട് കണ്ടെയ്ൻ എനി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവില്ല. എ പ്രൈമറി കീ കനോട്ട് ബി നള്ള്. പ്രൈമറി കീ എന്താവാൻ പാടില്ല? നള്ളാവാൻ പാടില്ല. ആസ് ഇറ്റ് നീഡ്സ് ടു പ്രൊവൈഡ് എ വാലിഡ് യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ ഈച്ച് റെക്കോർഡ്. എ പ്രൈമറി കീ ഡസ് നോട്ട് ഹാവ് ടു കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ കോളം. ഇൻ സം കേസസ് എ കോമ്പോസിറ്റ് പ്രൈമറി കീ ഈസ് പോസിബിൾ. അത് ചില റിലേഷനിൽ ഒരു കീ വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ രണ്ട് ആട്രിബ്യൂട്ട്സ് വേണ്ടി വരും എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ രണ്ട് ആട്രിബ്യൂട്ട്സിന് എന്താക്കും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പം രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ എന്താവും എല്ലാ ടപ്പിൾസിനെയും യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ചില ടാബിൾസിൽ. അപ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യും? കോമ്പോസിറ്റ് പ്രൈമറി കീ യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടപ്പിൾസിനെ നമ്മൾ എന്താക്കും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. അതിനെയാണ് കോമ്പോസിറ്റ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ഇനി ഫോറിൻ കീ, അടുത്തതാണ് ഫോറിൻ കീ. ഫോറിൻ കീ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ടാബിളിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. A foreign key is a attributes in one table that refers to the primary key in another table. Foreign key ഒരു ടാബിളിൽ ഫോറിൻ കീ ആയിരിക്കും, മറ്റേ ടാബിളിൽ എന്തായിരിക്കും? അത് പ്രൈമറി കീ ആയിരിക്കും. The table that contains the foreign key is called the referencing table, and the table that is referenced is called the referenced table. A foreign key in one table points to the primary key in another table, establishing a relationship between them. അപ്പം ഫോറിൻ കീ ഒരു ടാബിളിൽ ഫോറിൻ കീ ആയിരിക്കും, മറ്റേ ടാബിളിൽ എന്തായിരിക്കും പ്രൈമറി കീ ആയിരിക്കും. ഇതെന്തിനാണ്? ഒരു എസ്റ്റാബ്ലിഷിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ആ രണ്ട് ടാബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് കണക്ട് ടു ഓർ മോർ ടാബിൾസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഇനാബിളിങ് യു ടു ക്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. എന്നിട്ട് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്നോ അതിൽ കൂടുതലോ ടാബിൾസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രിവെൻറ്റിങ് ഡാറ്റ റിഡൻഡൻസി. ഇത് ഡാറ്റ ഇൻറ്റഗ്രിറ്റിയും പിന്നെ ഡാറ്റ റിഡൻഡൻസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ദേ ആക്ട് ആസ് എ ക്രോസ് റെഫറൻസ് ബിറ്റ്വീൻ ദ ടാബിൾ. ഇനി ഫോറിൻ കീൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ടാബിളുണ്ട്. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ടാബിളുണ്ട്, സ്റ്റുഡൻറ്റ് മാർക്സ് എന്ന് പറയുന്നൊരു ടാബിളുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിലിൻ്റെ ID എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി കീ ആണ്. ആ ഒരു ID എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് മാർക്സിൽ എന്താണ് ഫോറിൻ കീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. ഫോറിൻ കീ എന്ന് പറയുമ്പോൾ ഒരു ടാബിളിൽ അതെന്തായിരിക്കും പ്രൈമറി കീ ആയിരിക്കും, മറ്റേ ടാബിളിൽ അതെന്തായിരിക്കും ഫോറിൻ കീ ആയിരിക്കും. ഇവിടെ ID എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാബിളിൽ പ്രൈമറി കീ ആണ്, സ്റ്റുഡൻറ്റ് മാർക്സ് എന്ന് പറയുന്ന ടാബിളിൽ എന്താണ് ഫോറിൻ കീ ആണ്. അപ്പം ഫോറിൻ കീ യൂസ് ചെയ്യുന്നത് രണ്ട് ടാബിളിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ആൾട്ടർനേറ്റ് കീ. Alternate key is any candidate key in a table that is not chosen as primary key. അപ്പം ആൾട്ടർനേറ്റ് കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ വോട്ടർ ID, ഫോൺ നമ്പർ, ആധാർ നമ്പർ, റോൾ നമ്പർ, ഇങ്ങനെ 4 കാൻഡിഡേറ്റ് കീസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താക്കി റോൾ നമ്പറിന്
പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ ബാക്കി വരുന്ന കാൻഡിഡേറ്റ് കീസിനെയാണ് ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റോൾ നമ്പർ കാൻഡിഡേറ്റ് കീ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആധാർ നമ്പർ, ഫോൺ നമ്പർ, വോട്ടർ ഐ ഡി, ഇങ്ങനെ ബാക്കി വരുന്ന 3 കാൻഡിഡേറ്റ് കീസാണ് എന്ത്, ആൾട്ടർനേറ്റ് കീ. അപ്പം കാൻഡിഡേറ്റ് കീ ഇപ്പം 4 കാൻഡിഡേറ്റ് കീ ആണുള്ളത്. അതിൽ നിന്ന് പ്രൈമറി കീനെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി കാൻഡിഡേറ്റ് കീസിനെയാണ് എന്ത് പറയുന്നത്, ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. An alternate key is any candidate key in a table that is not chosen as the primary key. പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാത്ത ബാക്കി കാൻഡിഡേറ്റ് കീസിനെയാണ് ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഓൾ ദി കീസ് ദാറ്റ് ആർ നോട്ട് ചൂസൺ സെലക്ടഡ് ആസ് ദി പ്രൈമറി കീ ആർ കൺസിഡേർഡ് alternate keys. An alternate key also referred to as secondary key. Alternate key also referred to as secondary key because it can uniquely identify records in a tuples just like the primary key. Primary key പോലെ തന്നെ alternate key എന്താക്കാം, എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. An alternate key consists of one or more columns that can uniquely identify a record but it is not the primary key. അപ്പോൾ അടുത്തത് കോമ്പോസിറ്റ് കീ. കോമ്പോസിറ്റ് കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംടൈംസ് എ ടേബിൾ മൈറ്റ് നോട്ട് ഹാവ് എ സിംഗിൾ കോളം ഓർ ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈ ഓൾ ദി റെക്കോർഡ്സ് ഓഫ് എ ടേബിൾ. ടു യുണീക്ലി ഐഡൻറ്റിഫൈ റോസ് ഓഫ് എ ടേബിൾ, എ കോമ്പിനേഷൻ ഓഫ് 2 or more കോളംസ് ഓർ ആട്രിബ്യൂട്ട് ക്യാൻ ബി യൂസ്ഡ്. കോമ്പോസിറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീ യൂസ് ചെയ്തിട്ട്, നേരത്തെ കോമ്പോസിറ്റ് പ്രൈമറി കീ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു സിംഗിൾ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ചില റിലേഷനിൽ. അപ്പം നമ്മൾ എന്താക്കും, അവിടെ കോമ്പോസിറ്റ് കീ യൂസ് ചെയ്യും. ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സിനെ യൂസ് ചെയ്യും. ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എന്താക്കും, കീ ആയിട്ട് സെറ്റ് ചെയ്യും. അതിനെയാണ് കോമ്പോസിറ്റ് കീ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ പ്രൈമറി കീ ഇഫ് ദർ ഈസ് നോ പ്രൈമറി കീ ഇൻ എ ടേബിൾ. അത് പ്രൈമറി കീ ആയിട്ട് ആക്ട് ചെയ്യും വേറെ പ്രൈമറി കീ ഇല്ലെങ്കിൽ. 2 or more attributes are used together to make a composite key. കോമ്പോസിറ്റ് കീ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സിനെ യൂസ് ചെയ്യും. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് മേ ഗിവ് ഡിഫറെൻറ്റ് ആക്യുറസി ഇൻ ടേംസ് ഓഫ് ഐഡൻറ്റിഫൈങ് ദി റോസ് യുണീക്ക്ലി. അപ്പോൾ ഇത്രയും കീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. 6 ടൈപ്സാണുള്ളത്. സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഫോറിൻ കീ, ആൾട്ടർനേറ്റ് കീ, കോമ്പോസിറ്റ് കീ. ഇങ്ങനെ 6 ടൈപ്പ് കീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. First question, fill in the blank. Dash is a non-key attribute whose values are derived from the primary key of some other table. അപ്പം ഡാഷ് ഈസ് എ നോൺ കീ ആട്രിബ്യൂട്ടാണ് ഹൂസ് വാല്യൂസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദി പ്രൈമറി കീ ഓഫ് സം അതർ ടേബിൾസ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫോറിൻ കീ ആണ്. എന്താണ് ഒരു ഫോറിൻ കീ എന്താണ്? ഒരു ടാബിളിൽ പ്രൈമറി കീ ആയിരിക്കും, മറ്റേ ടാബിളിൽ അതെന്തായിരിക്കും? ഫോറിൻ കീ ആയിരിക്കും. അപ്പം ഒരു പ്രൈമറി കീയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ് എന്ത്? ഫോറിൻ കീ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഫോറിൻ കീ ഇൻ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഗിവ് എക്സാമ്പിൾ ടു സപ്പോർട്ട് യുവർ ആൻസർ. അപ്പോൾ ഫോറിൻ കീ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഫോറിൻ കീ എന്താണ്? 2 ടാബിൾസിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ തമ്മിലുള്ള 2 ടാബിൾസിൻ്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ എക്സാമ്പിളും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എ ഫോറിൻ കീ ഈസ് ദ വൺ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ലിങ്ക് 2 ടാബിൾസ് ടുഗദർ വയാ ദി പ്രൈമറി കീ. പ്രൈമറി കീ വെച്ചിട്ട് 2 ടാബിൾസിനെ എന്താക്കാണ്? കണക്ട് ചെയ്യാണ്, ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. കോളംസ് ഓഫ് 1 ടാബിൾ പോയിൻറ്റ്സ് ടു ദ പ്രൈമറി കീ ആട്രിബ്യൂട്ട് ഓഫ് ദി അതർ ടാബിൾ ഇൻ ഫർദർ മീൻസ് ദാറ്റ് ഇഫ് any attribute is set as a primary key attribute will work in another table as foreign key attribute. അപ്പം ഒരു ടാബിളിൽ എന്തായിരിക്കും? അത് പ്രൈമറി കീ ആയിരിക്കും, മറ്റേ ടാബിളിൽ എന്തായിരിക്കും? ഫോറിൻ കീ ആയിരിക്കും.
ഇനി അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ടാബിളുണ്ട്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ടാബിളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു ടാബിളുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റിൽ എന്തുണ്ട്? സ്റ്റുഡൻറ്റ് ഐ ഡി ഉണ്ട്. അത് സ്റ്റുഡൻറ്റിൽ ഇതെന്താണ്? സ്റ്റുഡൻറ്റ് ഐ ഡി എന്താണ്? ഒരു പ്രൈമറി കീ ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അതെന്താണ്? ഫോറിൻ കീ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് അബൌട്ട് കീസ് ഇൻ എ റിലേഷണൽ ഡാറ്റാബേസ്? ഇതിൽ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, എനി കാൻഡിഡേറ്റ് കീ ഈസ് എലിജിബിൾ ടു ബിക്കം എ പ്രൈമറി കീ. എല്ലാ കാൻഡിഡേറ്റ് കീക്കും എന്താക്കാം? എലിജിബിൾ ടു ബിക്കം എ പ്രൈമറി കീ. എലിജിബിൾ ആണ്, പ്രൈമറി കീ ആവാൻ എലിജിബിൾ ആണ്. അത് ഓക്കെ ആണല്ലോ. നമുക്ക് ഏത് കാൻഡിഡേറ്റ് കീനെ വേണമെങ്കിലും എന്താക്കാം? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ട്രൂ ആണ്. ഇനി ഓപ്ഷൻ ബി, എ പ്രൈമറി കീ യുണീക്ലി ഐഡൻറ്റിഫൈ ദ ടപ്പിൾസ് ഇൻ എ റിലേഷൻ. അതും ട്രൂ ആണ്. പ്രൈമറി കീ എന്താക്കും? എല്ലാ ടപ്പിൾസിനെയും, ഒരു റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അതും ട്രൂ ആണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് നോട്ട് എ പ്രൈമറി കീ ഈസ് എ ഫോറിൻ കീ. എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് നോട്ട് എ പ്രൈമറി കീ ഈസ് എ ഫോറിൻ കീ. അത് ട്രൂ ആണോ? പ്രൈമറി കീ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനു ഒരു ടാബിൾ എന്തായിരിക്കും? അത് പ്രൈമറി കീ ആയിരിക്കണം. അപ്പം മറ്റേ ടാബിൾ എന്താക്കും? ഫോറിൻ കീ ആയിട്ട് എടുക്കും. അപ്പം ഇവിടെ എന്താണ്? നോട്ട് എ പ്രൈമറി കീ എന്ന് പറയുന്നുണ്ട്. അപ്പം അതെന്താണ്? റോങ് ആണ്. ഇനി ഓപ്ഷൻ ഡി, എ ഫോറിൻ കീ ഈസ് എൻ ആട്രിബ്യൂട്ട് ഹൂസ് വാല്യൂസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പ്രൈമറി കീ ഓഫ് അനദർ റിലേഷൻ. അതെന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഇതിൽ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ആൾട്ടർനേറ്റ് കീ ഇൻ എ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ. അപ്പോൾ ആൾട്ടർനേറ്റ് കീൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതിനുള്ള എക്സാമ്പിളും. ആൾട്ടർനേറ്റ് കീ എന്താണ്? കാൻഡിഡേറ്റ് കീസിൽ നിന്ന് പ്രൈമറി കീ ഒഴിച്ചിട്ടുള്ള ബാക്കി കാൻഡിഡേറ്റ് കീസിനെയാണ് എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആസ് ദ നെയിം സജസ്റ്റ്സ് the alternate key is the key in a database table which is not selected as primary key. So it is an additional key similar to the primary key with which we can access data in the table. It can uniquely identify attributes of each element in the row of the table. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, if a table which has one primary key and 2 alternate keys, how many candidate keys will this table have? ഒരു ടാബിളിൽ ഒരു പ്രൈമറി കീ ഉണ്ട്, 2 ആൾട്ടർനേറ്റ് കീ ഉണ്ട്. ഒരു പ്രൈമറി കീ ഉണ്ട്, 2 ആൾട്ടർനേറ്റ് കീ ഉണ്ട്. അപ്പോൾ എത്ര കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പം പ്രൈമറി കീയും ആൾട്ടർനേറ്റ് കീയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാൻഡിഡേറ്റ് കീ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 3 കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവും. കാരണം ഒരു പ്രൈമറി കീ ഉണ്ട്, 2 ആൾട്ടർനേറ്റ് കീ ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാൻഡിഡേറ്റ് കീ കിട്ടും. കാരണം കാൻഡിഡേറ്റ് കീയിൽ നിന്നാണ്, ഇപ്പോൾ 3 കാൻഡിഡേറ്റ് കീ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കീനെ നമ്മൾ എന്താക്കി? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത്. പിന്നെ ബാക്കി വരുന്ന കീസിന് എന്താണ് പറയുക? ആൾട്ടർനേറ്റ് കീസ് എന്നാണ് പറയുക. ബാക്കി വരുന്ന 2 കീസ് ആയിരിക്കും ആൾട്ടർനേറ്റ് കീ. അപ്പോൾ ആൾട്ടർനേറ്റ് കീ പ്ലസ് പ്രൈമറി കീ ആണ് എന്ത്? കാൻഡിഡേറ്റ് കീ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. കീസ് ഇൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.